വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും നോക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരാണ് നമ്മുടെ അഗ്നിരക്ഷാസേന. ഇടുങ്ങിയ സ്ഥലങ്ങൾ, ദുർഘടമായ വഴികൾ, എല്ലായിടത്തും പാഞ്ഞെത്തുന്ന ഫയർഫോഴ്സിനൊപ്പം ഇനിയൊരു റോബോട്ടുമുണ്ടാകും. ഫയർഫോഴ്സ് ജീവനക്കാർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ, പുക നിറഞ്ഞ ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത മേഖലകളിലൊക്കെ റോബോട്ടിക് ഫയർ ഫൈറ്ററിന് എളുപ്പത്തിലെത്താൻ പറ്റും. ചെറിയൊരു യുദ്ധ ടാങ്കറിന്റെ രൂപമാണ് റോബോട്ടിന്. റബ്ബർ ചക്രങ്ങൾ പടവുകളടക്കം കയറാൻ സഹായിക്കും. മുൻഭാഗത്തായി ഒരു ക്യാമറ, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് നിയന്ത്രണം. ക്യാമറ പകർത്തുന്ന ദൃശ്യങ്ങൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുന്നവർക്ക് തത്സമയം കാണാൻ കഴിയും. ഇടുങ്ങിയ സ്ഥലങ്ങളിലും മറ്റും റോബോട്ടിനെ കയറ്റിവിട്ട് അഗ്നിബാധയുടെ വ്യാപ്തി ക്യാമറയിലൂടെ മനസ്സിലാക്കാനും കഴിയും. ജീവനക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അത്ര ഏരിയകളിൽ ഇത് സുഗമമായി കടന്നു ചെന്ന് ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. സ്റ്റെപ്പ് ഏതാണ്ട് 40-45 ഡിഗ്രി ചരിവുള്ള സ്റ്റെപ്പ്, ഇതിലൊക്കെ നമുക്ക് അനായാസം ഇത് കയറി ചെന്ന് പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. റോബോട്ടിന്റെ മുകൾ ഭാഗത്താണ് വെള്ളം ചീറ്റി തീയണക്കാനുള്ള സംവിധാനമുള്ളത്. 360 ഡിഗ്രി കറങ്ങി വെള്ളം ചീറ്റാൻ കഴിയും. LPG, പെട്രോൾ, രാസവസ്തുക്കൾ എന്നിവ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങൾ നേരിടാനും റോബോട്ട് പ്രാപ്തമാണ്. ഗോഡൌണുകൾ പോലുള്ള സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ നമ്മുടെ അഗ്നിരക്ഷാസേനയ്ക്ക് ഏറെ ഉപകാരപ്പെടും ഇത്തരം റോബോട്ടുകൾ. വലിയ ഗോഡൌണുകൾ, ആ രീതിയിലുള്ള പുക നിറഞ്ഞ ഏരിയകളിലാണ് നമുക്ക് ഈ ഉപകരണം കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്നത്. നമ്മുടെ തന്നെ ഫയർ ഫൈറ്റിംഗ് വാഹനമായ ഈ വാഹനത്തിൻ്റെ ഡെലിവറി ഹോസ് ഘടിപ്പിച്ച് നമ്മൾ വാഹനം നൽകുന്ന അതേ മർത്തത്തിൽ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് തീയണക്കുകയാണ് ചെയ്യുന്നത്. ഏത് ചൂട് ഇതിലും വിഷൻ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ക്യാമറ, 2 ക്യാമറ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ചൂട് താങ്ങി അതിന് വിഷൻ കൃത്യമായി നമുക്ക് ഈ മോണിറ്ററിൽ ഇത് ലഭ്യമാക്കും. ഫ്രഞ്ച് കമ്പനിയായ ഷാർക്ക് റോബോട്ടിക്സ് ആണ് ഈ റോബോട്ട് നിർമ്മിച്ചത്. 600 ഡിഗ്രി ചൂട് വരെ താങ്ങാനുള്ള ശേഷിയുണ്ട്. 2 കോടി രൂപയാണ് വില. തിരുവനന്തപുരം ചാക്കയിലും കൊച്ചി ഗാന്ധിനഗറിലുമുള്ള അഗ്നിരക്ഷാ നിലയങ്ങളിലാണ് ഇപ്പോൾ റോബോട്ടുകൾ എത്തിയിട്ടുള്ളത്. ജീവനക്കാർ പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ അഗ്നിരക്ഷാ സേനയുടെ ദൗത്യങ്ങൾക്ക് ഈ റോബോട്ടുകളും ഉണ്ടാകും. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.